വോട്ട് കൊള്ള തടയാനുള്ള പ്രചാരണത്തിന് ആഹ്വാനവുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് അട്ടിമറി പറഞ്ഞ് വോട്ട് ചോരി.in വെബ്സൈറ്റ് തുടങ്ങി ആർക്കും സൈറ്റിൽ കയറി രേഖകൾ എടുക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകണമെന്ന രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണത്തിൽ കർണാടക സർക്കാർ. ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത് കൊല്ലം സെഷൻസ് കോടതി. കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന്. സതീഷ് നാട്ടിലെത്തിയത് ജാമ്യം ലഭിച്ചതിനെ തുടർന്നെന്ന് അഭിഭാഷകൻ. സതീഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് നരഹത്യ, ഗാർഹിക പീഡന, സ്ത്രീധന പീഡന കുറ്റങ്ങൾ. സതീഷിനെ ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സതീഷ്. അതിനാണ് നാട്ടിലേക്ക് വന്നതെന്നും പ്രതികരണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതിയുമായി KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ. തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും ആരോപണം. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് പ്രത്യേക പോലീസ് സുരക്ഷ. പുതിയ നീക്കവുമായി വെഫ്കോ ഓൺലൈനായി മദ്യവിൽപ്പനയ്ക്കായി മൊബൈൽ ആപ്പ് തയ്യാറാക്കി. വിദേശ നിർമ്മിത ബിയർ വിൽപ്പന അനുവദിക്കണം. ശുപാർശ സംബന്ധിച്ച് വെഫ്കോ MD താൽപര്യം അറിയിച്ച നിരവധി ഓൺലൈൻ സ്ഥാപനങ്ങൾ. ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. നിർദ്ദേശങ്ങൾ പലതും വരാറുണ്ട്, എടുത്തു ചാടി തീരുമാനിക്കില്ലെന്നും മന്ത്രി. കോഴിക്കോട് ട്രെയിൻ യാത്രക്കിടെ സ്ത്രീയെ തള്ളിയിട്ട് ബാഗ് കവർന്ന പ്രതി പിടിയിലായത് മുംബൈയിലെ പൻവേലിയിൽ നിന്ന്. മോഷണശേഷം മറ്റൊരു ട്രെയിനിൽ മുംബൈയിലെത്തിയെന്ന് പോലീസ്. പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. മലപ്പുറം തിരൂരിൽ MES സെൻട്രൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണം. 1ാം ക്ലാസ്സുകാരിയെ സ്കൂളിൽ വെച്ച് കാറിടിച്ചത് അധികൃതർ മറച്ചുവെച്ചുവെന്ന മാതാപിതാക്കൾ. തെറിച്ചു വീണ കുഞ്ഞിനെ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കാതെ വീട്ടിലേക്ക് വിട്ടു. വിവരം പുറത്തറിഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ട പാടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ. അപകടം നടന്നത് ജൂലൈ 31-ന്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കോഴിക്കോട് വയോധികരായ സഹോദരിമാരുടെ കൊലപാതകത്തിൽ സഹോദരൻ പ്രമോദിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. റെയിൽവേ സ്റ്റേഷനുകളും തീർത്ഥാടന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രമോദിന്റെ അവസാന ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് ഫറോക്ക് പാലത്തിന് സമീപം. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ചേവായൂർ പോലീസ്. സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനം സുതാര്യമാക്കാൻ സർക്കാർ. പോസ്റ്റ് മെഷീനുകളെ അളവ് തൂക്ക യന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കും. കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരണവും നടപ്പിലാക്കും.